ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ്, അപ്പോൾ നമ്മൾ എങ്ങനെ ബെറ്റിക്കോട്ടിന് കട്ട് ചെയ്യാം എന്നുള്ളത് കണ്ടു. ഇവിടെ ഞാൻ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ഇവിടെയും നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു ഫോൾഡിങ് കൊടുത്തതിന് ശേഷം ആദ്യം ഈ രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്. ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാണ്. ഇത് ഒറ്റയടിക്ക് ഈ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ രീതി ചെയ്യായിരിക്കും ബെറ്റർ. നമ്മളിതിന് മുന്നത്തെ ക്ലാസ്സിലൊക്കെ മറ്റൊരു രീതിയിൽ ഓരോ ഫോൾഡിങ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഏതാണോ കംഫർട്ട് ആ രീതിയിൽ തന്നെ ചെയ്യാം. രണ്ട് നെക്കും ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം. അതിനുവേണ്ടി ഇതാണ് നമ്മുടെ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഈ ഫാബ്രിക്കിൻ്റെ ഫ്രണ്ട് ഇതാണ്. മുന്നത്തെ ക്ലാസ്സിൽ ബേബി ചെസ്റ്റ് കവറിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഫേസിങ് മെത്തേഡിൽ ചെയ്യുക. ഇതായത് ഈ ഫ്രണ്ടും ഒരുമിച്ച് വെക്കണം. ഈ രീതിയിൽ ഇവിടെ ബാക്ക് ഉണ്ടാവും, ഇവിടെ ബാക്ക് ഉണ്ടാവും. ഫ്രണ്ടും ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ രണ്ട് പോയിൻറ്റും ഒരുമിച്ചാക്കുക. അതിനുശേഷം നമ്മളിവിടെ സീം കൊടുത്തിട്ടുണ്ട് 1/2 ഇഞ്ച്. ഇനി ആ 1/2 ഇഞ്ച് സീമിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം സ്റ്റാർട്ടിങ് നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ രീതിയിൽ സ്റ്റാർട്ടും എൻഡും ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി ഈ സൈഡിൽ നമ്മുടെ ഷോൾഡറും ആ രീതിയിൽ തന്നെ ജോയിൻ ചെയ്ത് കൊടുക്കുക.
ഈ രീതിയിൽ നമുക്ക് ഷോൾഡറും ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ആം ഹോൾ സ്റ്റിച്ച് ചെയ്യാം. ആം ഹോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം ഒരു ഫോൾഡിങ് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ നെക്ക് സ്റ്റിച്ച് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ആം ഹോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്. അപ്പോൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു സീം ഒരു സൈഡിലോട്ടാക്കി ഈ രീതിയിൽ വെച്ച് കൊടുക്കണം. ഒരു സ്റ്റിച്ച് കൊടുത്തു. ഇനി ഒരു സ്റ്റിച്ചും കൂടി ഒന്നും കൂടെ ഈ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മറ്റേ ആം ഹോളും ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ 2 ആം ഹോൾ പാർട്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. 2 ആം ഹോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ജോയിൻ ചെയ്ത് ഇതാ ഒരു ബോഡി പാർട്ടായി ഏകദേശം. ഇനി ഇതിലേക്ക് നമ്മളുടെ സ്കേർട്ട് പോർഷൻ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ സ്കേർട്ടിന് കട്ട് ചെയ്ത് വെച്ച പീസാണിത്. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാ വെച്ചാൽ നമ്മൾ ഈ ബോഡി പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മളിത് ചെയ്യേണ്ടത് എങ്ങനെയാ വെച്ചാൽ ഇതാണ് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ ഫ്രണ്ടാണിത്. ഓക്കെ, ഇത് ഈ സ്കേർട്ടിൻ്റെ ബാക്കാണ്. ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബോഡി പാർട്ട് വെച്ച സമയത്ത് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച രീതിയിൽ തന്നെ നമ്മൾ ഈ സ്കേർട്ടിന് വെക്കണ്ടേ. പക്ഷെ അത് വെക്കുന്ന രീതി കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഇതാണ് നമുക്ക് അടിഭാഗം, സ്കേർട്ടിൻ്റെ അടിഭാഗം. ഇത് സ്കേർട്ടിൻ്റെ മേൽഭാഗം, അതായത് ഇവിടെയായിട്ട് ജോയിൻ ചെയ്യേണ്ട പാർട്ട്. ഇത് സ്കേർട്ടിൻ്റെ അടിഭാഗം, ഇത് സ്കേർട്ടിൻ്റെ മേൽഭാഗം, നമുക്കിവിടെ ജോയിൻ ചെയ്യേണ്ട പാർട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കൽ എങ്ങനെയാ വെച്ചാൽ ഈ മേൽഭാഗം എന്താ ഈ രീതിയിൽ വരണം. ഓക്കെ, ഈ രീതി വരണം.
കാണുന്നില്ലേ? അതായത് സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും ഈ രീതിയിൽ ഫേസ് ടു ഫേസ് ആയിട്ട് വരണം. സ്കേർട്ടിൻ്റെ നമ്മൾ ഈ ജോയിൻ ചെയ്യേണ്ട ഭാഗം ഈ സൈഡിൽ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഇവിടെ ആയിട്ട് വരണം. എന്നിട്ട് ഈ രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഭാഗവും സ്കേർട്ട് ഭാഗവും നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കണം. അത് ഈ രീതിയിലാണ് നമ്മൾ വെക്കുക. അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഏരിയ ബോഡി പാർട്ടുമായിട്ട് ടച്ച് ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യണം? ഈ ബോഡി പാർട്ടിൽ നമ്മൾ പ്ലീറ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഇതിന് നോച്ചിട്ട് കൊടുക്കാം. ആദ്യം ബോഡി പാർട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യാം. രണ്ട് ബോഡി പാർട്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം രണ്ട് ബോഡി പാർട്ടും ഇങ്ങനെ ഒരുമിച്ച് വെക്കുക, കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇത് സെൻറ്റർ ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ സെൻറ്റർ ഫോൾഡ് ചെയ്യാം. ഓക്കെ അല്ലേ? രണ്ട് ബോഡി ഭാഗവും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ രീതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതിനെ സെൻറ്ററാക്കി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം, കണ്ടില്ലേ? ഓക്കെ, ഇനി അതുപോലെ തന്നെ രണ്ട് ബോഡി പാർട്ടും ഒരുമിച്ച് വെച്ചതിന് ശേഷം ഇതൊന്നും കൂടി ഈ രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഈ നോച്ചിട്ട പോയിന്റ് ഇല്ലേ, ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ നമ്മൾ നോച്ചിട്ടിരിക്കുന്നത്, അത് ഒന്നും കൂടെ ഈ രീതിയിൽ ഈ നോച്ച് ഇങ്ങനെ ഈ രീതിയിൽ ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഈ സൈഡും അതുപോലെ ഒരുമിച്ചാക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഏരിയ നമുക്ക് നമ്മുടെ ഈ നോച്ചിൻ്റെ ഏരിയയായിട്ട് സെൻറ്ററാക്കി വെക്കുക. ഈ സൈഡിൽ ഒരു നോച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ രണ്ട് ബോഡി പാർട്ടിലും നോച്ച് വന്നിട്ടുണ്ട്. ഈ നോച്ച് ഇനി നമുക്ക് സ്കേർട്ട് പോർഷനിലും ചെയ്ത് കൊടുക്കണം. അതിനു വേണ്ടി ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ ബോട്ടം പോർഷൻ, അടിഭാഗം. ഓക്കെ, ഇതാണ് നമ്മുടെ സ്കേർട്ടിൻ്റെ മേൽഭാഗം, നമ്മൾ ഈ ജോയിൻ ചെയ്യേണ്ട പാർട്ട്. ഇതുവഴി നമുക്ക് ഈ രീതിയിൽ നോച്ചിട്ട് കൊടുക്കാം. ആദ്യം സെൻറ്ററാക്കി ഫോൾഡ് ചെയ്യാം. ആദ്യം നമുക്ക് ഇത് സെൻറ്ററായിട്ട് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിൽ സെൻറ്ററാക്കി ഫോൾഡ് ചെയ്യാം. ഈ ഒരു ഏരിയയിൽ നോച്ചിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇതിനി ഒന്നുകൂടെ ഫോൾഡ് ചെയ്യാം. ഓക്കെ അല്ലേ? ഈ നോച്ചിട്ട ഏരിയ നമ്മൾ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു. അതായത് ഇപ്പം ഇങ്ങനെ ആദ്യം രണ്ടായിട്ട് മടക്കി ഇവിടെ ഒരു നോച്ചിട്ട് കൊടുത്തു. ഇനി ഈ നോച്ചിട്ട ഏരിയയും ഈ ഏരിയയും തമ്മിൽ ഈ രീതിയിൽ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുത്തു. ഇനി ഇതാ ഇവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൽ വേണമെങ്കിൽ നമുക്കൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി. ഈ ഒരു 1/2 ഇഞ്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യേണ്ട ഒരു പാർട്ടാണ്, അപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഈ ഒരു 1/2 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കുക. സ്കെയിൽ വെച്ച് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ജോയിൻ ചെയ്യേണ്ട ഏരിയ ഇതാണ്. ഈ രീതിയിൽ നമുക്കിത് വെക്കാം. എങ്ങനെയാണ് വെക്കുന്നത് നേരത്തെ നമ്മൾ കാണിച്ചു തന്നു. സ്കേർട്ട് പോർഷൻ്റെ നല്ല ഭാഗവും ബോഡി പോർഷൻ്റെ നല്ല ഭാഗവും ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക. സ്കേർട്ടിൻ്റെ ബോട്ടം ഭാഗം ഈ ഒരു സൈഡിലാണ് വരിക, നമ്മുടെ നെക്കിനോട് ചേർന്ന്. നമ്മൾ ജോയിൻ ചെയ്യേണ്ട ഏരിയ മാത്രം ഈ സൈഡിൽ വരും. ഇത് ഒരുമിച്ച് ഈ രീതിയിൽ വെക്കുക. 1 ഇഞ്ച് നമ്മൾ സീം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം
ഇത് രണ്ടും ഒരുമിച്ച് വരണം. നമ്മൾ 2 നോച്ച് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഒരു നോച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ക്ലിയർ ആവുന്നില്ല, ഞാൻ ഒന്നുകൂടി നോച്ചിട്ട് കാണിക്കാം. അതായത് ബോഡി പാർട്ട് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് ഒരു നോച്ച് കൊടുത്തു, സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് നെക്സ്റ്റ് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു നോച്ച് കൊടുത്തിരുന്നു. ഇതിലത് ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് നമുക്കൊന്നുകൂടി നോച്ച് കൊടുക്കാം. പിന്നെ നോച്ച് ഒന്നുകൂടി കാണലേ, കാണുന്നില്ലേ? 1 2 3 3 നോച്ചാണ് ഉള്ളത്. 1 2 3 3 നോച്ചസ് ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വെക്കാം, പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചാക്കി വെക്കുക. ആദ്യം ഒരു 1 ഇഞ്ച് ഉണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഈ ആദ്യത്തെ നോച്ച് നമ്മൾ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ ഇവിടെ എത്തണം, ആ രീതിയിൽ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിനി പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. പ്ലീറ്റ് ഇടുന്നത് എളുപ്പമാകാൻ വേണ്ടി നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ഫാബ്രിക്കിൽ ഓൾറെഡി ഞാൻ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്നുകൂടി മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഈ രീതിയിൽ വെച്ചതിന് ശേഷം ഈ രീതിയിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ രീതിയിൽ മാർക്ക് ചെയ്യാം. നമ്മൾ ആദ്യം ഇട്ട നോച്ചും ബോഡി പാർട്ടിലെ നോച്ചും പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ ഒരുമിച്ച് വരണം, ആ രീതിയിൽ നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, സ്റ്റാർട്ടിങ് ഒരു സ്റ്റിച്ച് കൊടുക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് പ്ലീറ്റ് ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്ലീറ്റ് ഇടുന്ന സമയത്ത് ബോഡി പാർട്ടും ഈ സ്കേർട്ട് പാർട്ടും ഒരുമിച്ചാവാതെ, ഒരുമിച്ച് ഈ രീതിയിൽ ഫോൾഡ് ചെയ്യാത്ത രീതി ശ്രദ്ധിക്കണം. സ്കേർട്ട് പാർട്ട് മാത്രം എടുത്തിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇടുന്നത്. അപ്പോൾ സ്കേർട്ട് പാർട്ട് ഈ രീതി പിടിക്കാം, ബോഡി പാർട്ട് ഈ രീതി ഇവിടെ വെക്കണം. ഈ രീതിയിൽ നമ്മൾ 1 ഇഞ്ച് ഇട്ട പോയിന്റ് ഈ രീതി ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ നോച്ചും ഒരുമിച്ച് വരണം.
ബെറ്റിക്കോട്ടിന് അത്ര അടുത്ത പ്ലീറ്റ് വരില്ല, കുറച്ചൊരു ലൂസ് പ്ലീറ്റ് ആയിട്ടാണ് കൊടുക്കുക. ഇനി ഈ നോച്ചും ഏകദേശം അടുത്തായിട്ട് വരണം. ഈ രീതിയിൽ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഇനി ബോഡി പാർട്ടിൻ്റെ മറ്റേ ഭാഗവും ഈ രീതിയിൽ തന്നെ പ്ലീറ്റ് ഇടാം. അപ്പം നമ്മൾ ബാക്കും ഫ്രണ്ടും നമ്മൾ ഫ്രില്ലടിച്ച് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഇതാണ്. ഇത് നല്ല ഹെവി പ്ലീറ്റ് ആണ് നമുക്കിവിടെ വരുന്നത്. നമ്മൾ ബെറ്റിക്കോട്ട് ആയതുകൊണ്ട് തന്നെ അടുത്തിട്ടുള്ള പ്ലീറ്റ് അല്ല, ചെറിയൊരു ഗ്യാപ്പുള്ള പ്ലീറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് കരുതിയാൽ നമുക്കിവിടെ ജോയിൻ ചെയ്യണം. ഈ രണ്ട് സൈഡും ജോയിൻ ചെയ്യണം. അതാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ 1 ഇഞ്ച് ഓൾറെഡി സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 1 ഇഞ്ചിലൂടെ നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ട് സൈഡും നമ്മൾ ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, സൈഡ് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പം ജോയിൻ ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാർട്ടിങ് നമ്മൾ ലോക്ക് ചെയ്യണം. ലോക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ രീതിയിൽ ലോക്ക് ചെയ്തതിന് ശേഷം, ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നീഡിൽ താഴ്ത്തി വെച്ച് ഫാബ്രിക്കിനെ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചിങ്ങോട്ടും ലോക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ സീം ഒരു സൈഡോട്ടാക്കി വെച്ച് ഈ രീതിയിൽ വെച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഈ രീതിയിൽ ഈ ഓപ്പോസിറ്റ് സൈഡും ലോക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഈ രീതിയിൽ തന്നെ ഇവിടെയും നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ബോട്ടം പോർഷനാണ്. ഇനി ബോട്ടം പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഹാഫ് ഇഞ്ച് ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതേപോലെ നമ്മുടെ ഈ സീമില്ലേ, ഈ ഒരു തയ്യൽ തുമ്പ്, ഇതിങ്ങനെ ഒരു സൈഡിലോട്ട് വെച്ചതിന് ശേഷം വേണം ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ. ഒരിക്കലും
ബോട്ടം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യിക്കരുത്. സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷമാണ് ബോട്ടം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ഹാഫ് ഇഞ്ച് ഈ രീതിയിൽ ഫോൾഡ് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ചിങ് കൊടുക്കുക. ലോക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോട്ടം പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ബെറ്റിക്കോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? എല്ലാവർക്കും കാണുന്നില്ലേ? ബെറ്റിക്കോട്ട് മൊത്തത്തിൽ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട എപ്പോഴും സൈഡ് ജോയിൻ ചെയ്തിട്ടേ നമ്മൾ ബോട്ടം സ്റ്റിച്ച് ചെയ്യാവുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ കേട്ടോ. ഈ രീതിയിലൊരു ഫിനിഷിങ് കിട്ടണം. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോൾ ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ഇതാ ഈ രീതിയിലും കിട്ടണം. ഇനി നമുക്ക് ഇതുപോലെ ത്രെഡുകൾ ഉണ്ടാവും, ഒരുപാട് ത്രെഡ് ഉണ്ടാവും വലിഞ്ഞു നിൽക്കുന്ന. ആ ത്രെഡുകളൊക്കെ കട്ട് ചെയ്ത് ഫാബ്രിക്കിനെ നീറ്റാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ബെറ്റിക്കോട്ട് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നുള്ള മനസ്സിലായില്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് കാണാം.